കൈ രണ്ടും കൂട്ടിക്കെട്ടിയിട്ടിട്ട് മുന്നിൽ വച്ചിരിക്കുന്ന ഭക്ഷണം മുഴുവൻ വയറു നിറയെ കഴിക്കണമെന്ന് പറയുന്നതാണ് കേന്ദ്രത്തിന്റെ ഓരോ രീതികളും നീതികളും. BJP എന്ന പാർട്ടിയുടെ ഉദയം മുതൽക്കുള്ള അവരുടെ ഒരേ ഒരു ലക്ഷ്യം മുസ്ലിം സമുദായത്തെ തുരത്തുക എന്നത് മാത്രമാണ്. അതിനായി പിടിച്ച പണി 18 പയറ്റി ഇപ്പോൾ വഖഫിലെത്തി നിൽക്കുകയാണ്. രാഷ്ട്രപതി അംഗീകരിച്ച് ഒപ്പുവെച്ചതോടെ വഖഫ് ബില്ലിൽ നിന്നും നിയമമായി രൂപം പ്രാപിച്ച ശേഷം പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയായ മമതാ ബാനർജിയുടെ പ്രതികരണമാണ് ഇപ്പോൾ ഏറെ ശ്രദ്ധ നേടുന്നത്. പശ്ചിമ ബംഗാളിൽ വഖഫ് നിയമം സംസ്ഥാനത്ത് നടപ്പാക്കില്ല എന്നാണ് മുഖ്യമന്ത്രി മമതാ ബാനർജി പറഞ്ഞിരിക്കുന്നത്. നിങ്ങളുടെ സ്വത്ത് ഞാൻ സംരക്ഷിക്കുമെന്നും വഖഫ് ഇവിടെ നടക്കില്ല എന്നുമാണ് മമത പറഞ്ഞിരിക്കുന്നത്. കൊൽക്കത്തയിൽ ജൈന സമൂഹത്തിന്റെ ഒരു പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മമത. ന്യൂനപക്ഷ ജനതയെയും അവരുടെ സ്വത്തുക്കളെയും സംരക്ഷിക്കുമെന്നും അവർ ഉറപ്പു നൽകി. വഖഫ് നിയമം നടപ്പിലാക്കിയതിൽ നിങ്ങൾ അസ്വസ്ഥരാണ് എന്ന് എനിക്കറിയാം. വിശ്വസിക്കൂ, ഭിന്നിപ്പിച്ച് ഭരിക്കാൻ കഴിയുന്ന ഒന്നും ബംഗാളിൽ സംഭവിക്കില്ല. ഇതായിരുന്നു മമതയുടെ വാക്കുകൾ. ബംഗ്ലാദേശിലെ സ്ഥിതി നോക്കൂ എന്നും മമത കൂട്ടിച്ചേർത്തു. പാർലമെന്റിന്റെ ഇരുസഭകളിലും നടന്ന മാരത്തൺ ചർച്ചകൾക്ക് ശേഷം കഴിഞ്ഞ വ്യാഴാഴ്ച പുലർച്ചെയായിരുന്നു വഖഫ് ബില്ല് ലോക്സഭ പാസാക്കിയത്. അവിടെ BJDക്ക് അംഗമില്ല. രാജ്യസഭയും പാസാക്കി. മാസങ്ങൾ നീണ്ട ഭരണ പ്രതിപക്ഷ അംഗങ്ങളുടെ കൊമ്പുകോർക്കലിനും സഭകളിലെ മണിക്കൂറുകൾ നീണ്ട വാഗ്വാദത്തിനുമൊടുവിൽ വഖഫ് ഭേദഗതി ബില്ല് കേന്ദ്ര ഗവൺമെന്റ് പാസാക്കിയെടുത്തത്. കേന്ദ്രവും രാഷ്ട്രപതി നടപ്പാക്കുമെന്ന് പറയേണ്ടടുത്ത് ഇതിവിടെ നടക്കില്ല എന്നാണ് മമതയുടെ വെല്ലുവിളി. അത് ശരിക്കും യഥാർത്ഥത്തിൽ ഇന്ത്യൻ രാഷ്ട്രപതിയോട് കൂടിയുള്ള വെല്ലുവിളിയാണ് എന്ന് തന്നെ പറയണം. പ്രതിപക്ഷവും മുസ്ലിം സമുദായത്തിലെ ചില വിഭാഗങ്ങളും ഒന്നിലധികം എതിർപ്പുകൾ പ്രകടിപ്പിച്ച വിവാദ ബില്ലിനെതിരെ ഇതുവരെ 15 ഹർജികൾ സമർപ്പിച്ചിട്ടുണ്ട്. കുറഞ്ഞത് 5 വർഷമെങ്കിലും ഇസ്ലാം മതം അനുഷ്ഠിച്ച വ്യക്തികൾക്ക് മാത്രമേ വഖഫിന് സ്വത്തുക്കൾ ദാനം ചെയ്യാൻ കഴിയൂ എന്ന നിബന്ധനയുണ്ട്. കൂടാതെ നിർദ്ദിഷ്ട നിയമപ്രകാരം വഖഫ് എന്ന് തിരിച്ചറിയപ്പെടുന്ന സർക്കാർ സ്വത്ത് അതിൻ്റെതല്ലാതാകും. കൂടാതെ പ്രാദേശിക കളക്ടർ അതിന്റെ ഉടമസ്ഥാവകാശം നിർണയിക്കും. നിയമം മതത്തെക്കുറിച്ചല്ല, സ്വത്തിനെക്കുറിച്ചും അതിന്റെ നടത്തിപ്പിനെക്കുറിച്ചുമാണെന്നും സർക്കാർ ആവർത്തിച്ച് ഊന്നി പറയുന്നുണ്ട്. വലിയൊരു വിഭാഗം ജനങ്ങളുമായി കൂടി ആലോചിച്ച ശേഷമാണ് വഖഫ് ബില്ല് വികസിപ്പിച്ചത് എന്നും അതിന് മുസ്ലിം ഇതര ന്യൂനപക്ഷങ്ങളുടെ പിന്തുണ ലഭിച്ചിട്ടുണ്ടെന്നും BJP പ്രഖ്യാപിച്ചിരുന്നു. വഖഫ് സ്വത്തുക്കൾ സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രയോജനപ്പെടാതിരിക്കാൻ വൻതോതിലുള്ള ക്രമക്കേടുകൾ നടന്നതായിട്ടാണ് ഇതിന് കാരണമെന്നും വാദിച്ചു. ഭേദഗതി ചെയ്ത നിയമം അങ്ങനെ ചെയ്യും. തർക്കമുള്ള കേസുകളിൽ വഖഫ് സ്വത്തുക്കൾ വിജ്ഞാപനം ചെയ്ത് 2 വർഷം കഴിഞ്ഞാലും കൃത്യമായ തെളിവുണ്ടെങ്കിൽ കേസിന് പോകാം. നിലവിൽ വഖഫ് രജിസ്ട്രേഷൻ അല്ലാത്ത സ്വത്തുക്കൾ വഖഫ് രജിസ്റ്റർ ചെയ്യുമ്പോൾ പത്രപരസ്യം നൽകണം. വഖഫ് സ്വത്താണെന്ന് കണ്ടെത്തിയ ഒരു സർക്കാർ സ്വത്തും വഖഫ് സ്വത്തായി പരിഗണിക്കില്ല. വഖഫ് സംബന്ധിച്ച ട്രിബ്യൂണലിന്റെ വിധിക്കെതിരെ ഹൈക്കോടതിയെ സമീപിക്കാം. സംസ്ഥാന വഖഫ് ബോർഡുകളിൽ മുസ്ലിം OBC സമുദായത്തിൽ നിന്നുമുള്ള അംഗത്തെ ഉൾപ്പെടുത്തും. ഒരു നിശ്ചിത വസ്തു വഖഫ് സ്വത്താണോ എന്ന് തീരുമാനിക്കാൻ വഖഫ് ബോർഡിന് അനുമതി നൽകിയിരുന്ന 40-ാം വകുപ്പ് റദ്ദാക്കാൻ ആണ് വ്യവസ്ഥ. ഈ വ്യവസ്ഥ വഖഫ് ബോർഡുകൾ ദുരുപയോഗം ചെയ്യുന്നു എന്നായിരുന്നു സർക്കാരിന്റെ വാദം. അങ്ങനെ വഖഫ് അടിക്കും പിടിക്കും ഇടിക്കും ശേഷം കേന്ദ്ര ഗവൺമെന്റ് നിയമമാക്കിയെടുത്തു. പക്ഷെ അത് നടക്കില്ല എന്ന് ഉറച്ചു വെല്ലുവിളിക്കുകയാണ് മമതാ ബാനർജി.